ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ ഞാനൊരു 4-5 ടീസ്പൂണ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. നല്ല കൈ പൊള്ളാത്ത, നമ്മൾ വിരലിട്ടാൽ കൈ പൊള്ളി പോവാത്ത രൂപത്തിലുള്ള ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണേ, മിക്സ് ചെയ്യാണ്ടിരിക്കരുത്. എന്നിട്ട് വേണം നമ്മൾക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ഈസ്റ്റൊക്കെ നന്നായിട്ട് അവിടെ അതിൽ ലയിച്ച് വന്നിട്ടുണ്ടെന്ന്, ആ വെള്ളത്തിൽ നല്ലപോലെ ചേർന്നിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളത്തിലാണല്ലോ നമ്മളത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ്സിലാണ് എടുത്തത്. 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഈസ്റ്റിന് പകരം അപ്പസോഡ വെച്ചിട്ടും അങ്ങനെ ചെയ്യാം, അപ്പസോഡ ചേർത്തിട്ടും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമ്മൾക്ക് കൈ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ തന്നെ ആ ഒരു ഈസ്റ്റൊക്കെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ, പഞ്ചസാരയൊക്കെ, അപ്പോൾ അതും ഈ മൈദപ്പൊടിയും ഉപ്പും ഓയിലും എല്ലാം നല്ല രീതിയിലൊന്ന് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തൈര് 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് പാലാണ് വേണ്ടത്. ഞാനിതാ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറേശ്ശെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് 1/2 ഗ്ലാസ് പാൽ മാത്രം ആവശ്യം വന്നിട്ടുള്ളൂ. പാലില്ലെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ചുടുവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പാൽപ്പൊടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നേരെ ചൂടുള്ള പാലാണ് കേട്ടോ, നല്ല തണുത്ത പാലല്ല. പാലൊന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കണം, നല്ല തിളക്കും വേണ്ട, ചെറിയ ചൂടിലുള്ള പാലാണ്. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആ ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു മാവില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസിൽ വേണം. ഇപ്പോൾ അതെനിക്ക് ഒരു 1/2 ഗ്ലാസ് പാൽ മാത്രം ഇതിന് ആവശ്യം വന്നിട്ടുള്ളൂ. മുന്നേ നമ്മളിതിൽ 5 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്തതാണല്ലോ, ഈസ്റ്റൊക്കെ കൂടി ഇട്ടിട്ട്. അപ്പോൾ അതും ഈ ഒരു 1/2 ഗ്ലാസ് പാലുമാണ് നമ്മൾ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾക്കിതൊന്നൊരു കുറച്ച് നേരം ഒരു 4-5 മണിക്കൂർ കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് നമ്മൾക്ക് ആ ഒരു മാവ് ഇതിൽ വെക്കുക. എന്നിട്ട് ആ മാവിലും കുറച്ച് ഓയിൽ അങ്ങനെ നമ്മൾക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് മൂടി, പിന്നെ ഒരു അടപ്പ് വെച്ചിട്ട് അങ്ങനെ മൂടുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ നല്ലൊരു എയറൊന്നും കടക്കാത്ത രീതിയിൽ നല്ലൊരു അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. 4-5 മണിക്കൂർ ഓരോരുത്തരെ ഇത് കാലാവസ്ഥ ഇതിനനുസരിച്ച് ഇരിക്കും കേട്ടോ. ചൂടിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. പിന്നെ ഇവിടെ തണുപ്പായിട്ടും എനിക്കൊരു 4 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. വെളിച്ചെണ്ണ ചേർക്കേണ്ട, ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഓയിലുണ്ടല്ലോ അതങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാണ്ട്, പിന്നെ ഞാനിതിലേക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണം. മല്ലിയില ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഇല മാത്രം ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി വേണം. ബട്ടറും ഈ മല്ലിയിലയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമ്മൾക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. 4 മണിക്കൂറോ 5 മണിക്കൂറോ വേണം. ഞാൻ 4 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ നമ്മളെ മാവൊക്കെ നല്ല പോലെ ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ നമ്മൾ കുഴച്ച് അങ്ങനെ ഇതാക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് എടുത്തിട്ട് ഒന്നിങ്ങനെ കുഴച്ചാൽ മതി. കൂടുതൽ കുഴച്ചതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് പോകും. ഇനി നമ്മൾ ആ ബൗളിൽ നിന്ന് എടുത്തിട്ട് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു പത്തിരി പരത്തുന്ന പലക എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. കൂടുതൽ ശക്തിയൊന്നും കൊടുത്തിട്ട് ഇതിങ്ങനെ കുഴക്കണ്ട. ചെറുതായിട്ടൊന്ന് അങ്ങനെ ഇതാക്കിയെടുത്താൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ അതാ ഇത് അല്ലെങ്കിൽ ഈ ഒരു റൊട്ടി നമ്മൾക്കത് പൊങ്ങി കിട്ടില്ല. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ അങ്ങോട്ട് പോവും. ഇപ്പോൾ അതങ്ങനെ എടുത്തിട്ട് ഞാനിത് പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ പൊറോട്ടക്കൊക്കെ ഇങ്ങനെ മാവ് ബൗളാക്കി എടുക്കൂലേ, അതുപോലെ ഒന്ന് ബൗളാക്കി എടുക്കാനാണ് ഞാൻ ആ ഒരു പാത്രത്തിൽ എണ്ണ തേച്ച് വെച്ചിട്ടുള്ളത്. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇതുപോലെ ഞാൻ പകുതിയാക്കി എടുത്തിട്ട് ഈ ഒരു ഇത് ഞാനങ്ങനെ 3 എണ്ണമാക്കി അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ നമുക്കൊന്നും കൂടി ഒന്ന് ചെറുതാക്കി ഒന്നിങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്താൽ ഇതുപോലെ നമ്മൾക്ക് ഓരോ ബൗളാക്കിയിട്ട് നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ ഞാൻ മറ്റേത് റോളും കൂടി അതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലതും നമുക്കങ്ങനെ ഒന്നിൽ നിന്ന് 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 8 റൊട്ടിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾക്കിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. രാവിലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്കിത് തലേ ദിവസം തന്നെ അങ്ങനെ മാവ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. മാവ് ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള റോളൊക്കെ അതുപോലെ അവിടെ ഇതിൽ മൂടി വെച്ചിട്ടുണ്ട്. ഈ തണുത്ത് പോകണ്ടെന്നുള്ളതിലാണ്. ഇപ്പോൾ ഇതാ കുറച്ച് മൈദപ്പൊടി പലകയിലിട്ടിട്ട് ഞാൻ അത് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലും നീളത്തിലും നമ്മൾക്ക് എങ്ങനെ വേണ്ടത് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾക്ക് പരത്തിയാൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പരത്താൻ കഴിയില്ല. പിന്നെ ഇത് നല്ല പോലെ തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ നീളത്തിലും അതുപോലെ റൗണ്ടിലും ഒക്കെ അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുക്കുന്ന മാവ് നമ്മൾ എല്ലതും അട്ടിയിട്ട് വെക്കേണ്ട, ഓരോന്ന് മാറ്റി മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഇതാ ഞാൻ എല്ലാ റൊട്ടിയും പരത്തിയെടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളിത് റൊട്ടി വെക്കണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. 2 എണ്ണമൊക്കെ വെക്കാം, ഇല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം അടുത്തത് അങ്ങനെ പരത്തിയെടുത്താലും മതി. ഇപ്പോൾ ഇതാ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം എണ്ണയൊന്നും ഇതാക്കിയിട്ടില്ല. ഞാനതിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാ റൊട്ടി ഇതുപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബട്ടറും പിന്നെ നമ്മൾ മല്ലിച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ടില്ലായിരുന്നോ, അത് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പാനിൽ വെച്ചിട്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ തേച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ നല്ല അടച്ച് വെക്കണ നമ്മളെ ഈ കാസറോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ ഈ ബട്ടർ തേച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ പാനിൽ വെച്ചിട്ടും തേച്ച് കൊടുക്കുക. ഞാനിതാ ഈ പാനിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇങ്ങനെ ഇതിൽ തന്നെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ, നല്ല ഒറ്റ പൊള്ളനായിട്ട് തന്നെ ഇങ്ങനെ പൊങ്ങി വരും, നല്ല സോഫ്റ്റാണ്. ഇതുപോലെ ആ ബട്ടറും മല്ലിച്ചപ്പും കൂടി മിക്സ് ചെയ്തത് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മറിച്ചിട്ടിട്ട് ആ മറ്റേ ഭാഗത്ത് നമ്മൾക്ക് ഇതുപോലെ അത് മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, ബട്ടറിൻ്റെ ആ മല്ലിച്ചപ്പിൻ്റെ ഒക്കെ. പിന്നെ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ കുറുമ, അതുപോലെ പിന്നെ ബട്ടർ ചിക്കൻ, അങ്ങനെയൊക്കെ ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അടുത്തതും ഞാനിതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും പിന്നെ ഇതുപോലെ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി നമ്മൾ ബട്ടർ നാനോ. ഇത് ഞാൻ 2 ഷേപ്പിൽ, നീളത്തിലും ഇതുപോലെ റൗണ്ടിലും പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലും ഇതുപോലെ ബട്ടർ മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ വേണം കേട്ടോ, ബട്ടർ നിർബന്ധമാണ്. ബട്ടർ ഇല്ലാതെ ഇത് ചെയ്യരുത്, ബട്ടർ എന്തായാലും ഇതിൽ വേണം. ഫസ്റ്റ് തന്നെ നമ്മൾ ചൂടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വരും. ആ പൊളയൻ വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നല്ല ഒറ്റ ഇതിൽ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്.
പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയണേ, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ നാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ട നല്ല സോഫ്റ്റാണ്. ചിക്കൻ കറീൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.